നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുതിയ അക്കാഡമിക്കൽ ഇയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതിയ നിങ്ങളുടെ സ്കൂളുകൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ പഠന മേഖലകൾ, നിങ്ങളുടെ കൂട്ടുകാർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ കർത്താവിനെ മുന്നിൽ നിർത്തി ദൈവിക ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നിരവധി വേദനിക്കുന്ന അനുഭവങ്ങൾ പല തലമുറകളിലും നമ്മൾ കണ്ടും കേട്ടുമിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഇന്ന് സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് ഒക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളോട്, അവരെ വിടുന്ന പേരൻസിനോടൊക്കെ ദൈവാത്മാവിൽ ഒരു നിയോഗത്തിൽ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോടെ കടത്തിവിടുക. വലിയ വലിയ പ്രതീക്ഷകളിലൂടെ നമ്മൾ കടന്നു വിടുമ്പോൾ, വലിയ വലിയ പ്രതീക്ഷകൾ മായി നമ്മൾ അവരെ വിടുമ്പോൾ നമ്മുടെ തലമുറകൾ ദൈവിക ഇഷ്ടം ചെയ്യുന്നവരായി, ദൈവഹിതത്തിനനുസരിച്ച് നീങ്ങുന്നവരായി തീരട്ടെ. അവരിയ്ക്കുന്ന ഇടങ്ങൾ, അവർ പോകുന്ന യാത്രകൾ, അവർ ദൈവഹിതമുള്ള കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടട്ടെ. ദൈവഹിതമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു ധൈര്യം, നോ പറയേണ്ടടുത്ത് നോ പറയുവാനുള്ള ഒരു ധൈര്യം ദൈവം നമ്മുടെ തലമുറകൾക്ക് നൽകട്ടെ. സദൃശവാക്യം 5-ാം അധ്യായത്തിനകത്ത് ഇങ്ങനൊരു പദമുണ്ട്: നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. നമ്മുടെ യൗവനത്തിലെ ശക്തി, നമ്മുടെ യൗവനകാലം കർത്താവിനുള്ളതാകട്ടെ. നമ്മുടെ ആണ്ടുകൾ കർത്താവിന് ഓരോ ദിവസവും പ്രാർത്ഥനയോടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവെ, ഇന്നെൻ്റെ ജീവിതത്തിനകത്ത് അങ്ങയുടെ ഇഷ്ടങ്ങൾ നടക്കുവാൻ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എഴുന്നേൽക്കാമെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടത്തില്ല. പിശാച് ഒരുക്കുന്ന കുഴികളിൽ, പിശാച് ഒരുക്കുന്ന ചതികളിൽ ചെന്നുപെടാതെ നിങ്ങളെ അവിടുന്ന് മാറ്റി നിർത്തുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നിങ്ങളെ കഴിയും. മോശ പറഞ്ഞൊരു പദമുണ്ട്: നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. ദൈവ സാന്നിധ്യമില്ലാത്തിടങ്ങളിൽ എവിടെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ അയക്കരുതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ യൗവനം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഒരു കുഞ്ഞ് അവസരം കിട്ടിയാൽ കർത്താവിനെ പറ്റി പറയുവാൻ, കർത്താവിനെ പ്രദർശിപ്പിക്കുവാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങളത് ഉപയോഗിക്കുക. നിങ്ങളുടെ കോളേജുകളിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായി, അടുത്ത ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ഉണർവിന് ഭാഗവാക്കാക്കുന്ന തലമുറയായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. പ്രാർത്ഥനയോടെ പുതിയ വർഷത്തിൽ പുതിയ അനുഗ്രഹത്തോടെ, പുതിയ നിയോഗത്തോടെ വായിച്ച വചനം പറഞ്ഞാൽ, നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. ആമേൻ. ഈ വചനങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ യൗവനം കർത്താവിനുള്ളതാകട്ടെ. എവിടെ നോ പറയണോ അവിടെ നോ പറയാൻ, വേണ്ടാത്തതിനെ വേണ്ടെന്ന് വെക്കുവാൻ, വേണ്ടാത്ത ബന്ധങ്ങളെ മുറിച്ചു മാറ്റുവാൻ, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകളിലെ അതിനെ കട്ട് ചെയ്യേണ്ടിടത്ത് കട്ട് ചെയ്യുവാൻ, ദൈവഹിതമുള്ളിടത്ത് മാത്രം എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ചെറിയ ക്ലാസ് മുതൽ വലിയ കോളേജുകൾ, അതിനുള്ളിലുള്ള വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ആത്മാവിൽ ഞാൻ പറയാം, കർത്താവിനെ കൂടെ കൊണ്ടുപോകുക. നിങ്ങളുടെ ഇരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങളുടെ ദൈവ സാന്നിധ്യത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹമായി തീരും. നിങ്ങളുടെ വിദ്യാഭ്യാസം വലിയ അനുഗ്രഹമായി തീരും. നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകും. പൈശാചിക ചതികളിൽ പെടാതെ ദൈവഹിതത്തിന് ഇഷ്ടമുള്ള ദൈവിക പദ്ധതിക്കനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഒരു പുതിയ ഇയർ ഏറ്റവും അനുഗ്രഹമായ ഒരു വിദ്യാഭ്യാസം കാഴ്ചവെക്കുവാൻ, നല്ലൊരു ഭാവി കാഴ്ചവെക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.